സിമ്പിളായിട്ടുള്ള 4 മെത്തേഡിലാണ് ഇന്ന് ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൊറോട്ട മാവ് ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ട് ഇങ്ങനെ കട്ടാക്കി എടുത്തിട്ട് മേലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നീട്ടിയെടുത്ത ശേഷം നമുക്കിത് ചുറ്റിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. നമ്പർ 2 നമ്മുടെ നോർമൽ മെത്തേഡിൽ വീശി അടിച്ചിട്ട് ചുറ്റിച്ചെടുക്കാം. നമ്പർ 3 ഇതുപോലെ പൊറോട്ട മാവ് പരത്തി കൊടുത്തിട്ട് നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കണം കേട്ടോ എല്ലാം. എന്നിട്ട് പിസ്സ കട്ടറും നൈഫും ഉപയോഗിച്ചിട്ട് അടുപ്പിച്ചിട്ട് ഇങ്ങനെ കട്ടാക്കിയെടുക്കാം. അങ്ങനെ കട്ടാക്കിയെടുത്ത ശേഷം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡിൽ നിന്നും നമുക്ക് ഇതുപോലെ ഒന്ന് അടുപ്പിച്ചെടുത്തിട്ടൊന്ന് നീട്ടിയെടുത്തിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം. നമ്പർ 4 ഇതുപോലെ പൊറോട്ട മാവ് ഒന്ന് നൈസായിട്ട് പരത്തിയെടുത്ത ശേഷം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടൊന്ന് മടക്കി എടുത്തിട്ടൊന്ന് നീട്ടിയെടുത്തിട്ട് ചുറ്റിച്ചെടുക്കാം. ഇങ്ങനെ 4 മെത്തേഡിലാണ് തന്നെ ഈ പൊറോട്ട ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് സാധാരണ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ. താങ്ക് യു.